ദേശീയ സംസ്ഥാന പാതകളുടെ 500 മീറ്റർ പരിധിയിൽ മദ്യവിൽപ്പന സുപ്രീംകോടതി നിരോധിച്ചതോടെ മഹാരാഷ്ട്രയിലെ 17,000-ഓളം മദ്യശാലകളാണ് അടച്ചത്. ഇതുമൂലം എക്സൈസ് തീരുവ ഇനത്തിൽ മാത്രം സർക്കാരിന് നഷ്ടം 7,000 കോടിയിലധികം. തുടർന്നാണ് കുടിയന്മാരെ സഹായിക്കുന്നതിനൊപ്പം ഖജനാവിലെ നഷ്ടം നികത്താനും മഹാരാഷ്ട്ര ഭരിക്കുന്ന BJP ശിവസേന സർക്കാർ വഴി കണ്ടെത്തിയത്. നഗരങ്ങളിലൂടെ കടന്നുപോകുന്ന പാതകളുടെ സംസ്ഥാന പദവി എടുത്തുകളഞ്ഞതോടെ നേരത്തെ അടച്ച പകുതിയോളം മദ്യശാലകൾ വീണ്ടും തുറന്നു. മുംബൈയിലെ വെസ്റ്റേൺ ഈസ്റ്റേൺ എക്സ്പ്രസ് വേകളുടെ ഹൈവേ പദവി എടുത്തുകളഞ്ഞതിലൂടെ മാത്രം 400-ഓളം ബാറുകളും വിൽപ്പന കേന്ദ്രങ്ങളുമാണ് കോടതി വിധിയെ അതിജീവിച്ചത്. UPയിൽ യോഗി ആദിത്യനാഥ് സമ്പൂർണ്ണ മദ്യനിരോധനത്തിന് ശ്രമിക്കുന്നതിനിടെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നവിസ് നേരിട്ടിടപെട്ട് ഹൈവേ പദവി എടുത്തുകളഞ്ഞ് റോഡുകൾ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് മുംബൈ മെട്രോപൊളിറ്റൻ റീജിയണൽ ഡെവലപ്മെന്റ് അതോറിറ്റിക്ക് കൈമാറുകയായിരുന്നു. മഹാരാഷ്ട്ര ഗവൺമെന്റ് എടുത്തിരിക്കുന്ന തീരുമാനം എന്തുകൊണ്ടും സാധാരണമാണ്. ഇവിടെ ബാറുകൾ കുറച്ചു ദിവസം പൂട്ടിക്കിടന്നു. ഇപ്പോൾ എല്ലാ ബാറുകളും തുറന്നിരിക്കുകയാണ്. ഇവിടെ സുലഭമായിട്ട് കിട്ടുന്ന സാധനങ്ങൾ കിട്ടുന്നുണ്ട്. വല്ലപ്പോഴും 2 പേർക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ സുലഭമാണ് ഇവിടെ. സംസ്ഥാന പാതയ്ക്ക് നഗരത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ബൈപ്പാസുകളുണ്ടെങ്കിൽ നഗരത്തിലെ ഭാഗം നഗരസഭയ്ക്ക് വിട്ടുകൊടുക്കാനാണ് മഹാരാഷ്ട്ര സർക്കാരിന്റെ തീരുമാനം. അതേസമയം പൂനെ ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെ 30%-ലധികം ഹോട്ടലുകളിൽ കോടതി വിധി വൻ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് റേറ്റിംഗ് ഏജൻസിയായ ക്രിസിലിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. സർക്കാർ അനുകൂല നിലപാടെടുത്തതോടെ മുംബൈയിലും ഗോവയിലും നിരോധനം കാര്യമായി ബാധിക്കില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. മാതൃഭൂമി ന്യൂസ്, മുംബൈ.